നമുക്ക് എളുപ്പത്തിലൊരു ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ബീഫ് ചെറുതായി മുറിച്ച് ഒരു കുക്കറിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ആവശ്യമായ ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക. ഒരു 4 വിസിലടിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കൊത്തി വെച്ച തേങ്ങാക്കൊത്തുകൾ ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് സവാള അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, കരിയാപ്പില, അതോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് എന്നിവ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് തക്കാളിയും ചേർത്ത് ആവശ്യമായ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവയും കൂടെ ചേർത്ത് നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിലേക്ക് ചേർക്കാം. ആവശ്യമായ വെള്ളമൊഴിച്ച് നമുക്ക് അതിനെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുത്ത് മസാല ഇളക്കി യോജിപ്പിക്കാം. നമുക്കതിലേക്ക് ആവശ്യമായ കുറച്ച് കുരുമുളക് പൊടിയും അതോടൊപ്പം തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് ആവി കയറി വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. ഏകദേശം നന്നായിട്ട് അത് ഒരു സെമി പെരളൻ പരുവായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പിലയും ഉള്ളിയും ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി കുറച്ച് തേങ്ങാപ്പാലും കൂടി നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ മസാലേൻ്റെ കുത്തിൽ മാറാനായിട്ടാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ബീഫ് മസാല റെഡി ആയിരിക്കുന്നു. ഒത്തിരി ഡ്രൈ അല്ല, ഒരു സെമി പരുവത്തിലാണ് നമുക്ക് ഒരുവിധം ചോറിൻ്റെ ഒപ്പം അല്ലെങ്കിൽ പൊറോട്ടൻ്റെ ഒപ്പം മറ്റ് വിഭവങ്ങളുടെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കൊരു വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.